നമസ്കാരം. ഇന്ന് വൃശ്ചികം 1, ഒരു മണ്ഡലകാലം തുടങ്ങുന്ന ദിവസമാണ്. പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ശരണം വിളികളോടെ യാത്ര പോകുന്ന ദിവസം. ഇനിയുള്ള ദിവസങ്ങളിൽ ശരണം വിളികളാൽ മുഖരിതമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 1-ാം തീയതി കയറുക എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അതായത് ഒരു വീട്ടിൽ അതിരാവിലെ എഴുന്നേറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറി അവിടെ ഐശ്വര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളൊരു വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഐശ്വര്യമാണെന്ന് കയറി അയാളുടെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നൊരു പതിവ് മലയാള മാസം വന്നത്. എങ്ങനെ 1-ാം തീയതി കയറ്റം എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ഐശ്വര്യം കൊണ്ടുവരാൻ എന്നല്ലാത്ത. അങ്ങനെ ഇന്നൊരു 1-ാം തീയതി കയറ്റം കണ്ടത് അങ്ങ് പാലക്കാട്. ത്രിവർണ്ണ ഷാളണിഞ്ഞ് നീല ഉടുപ്പൊക്കെ ഇട്ട് മുദ്രാവാക്യ വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അത് ഒരു 1-ാം തീയതി കയറ്റമാണ്. കോൺഗ്രസ്സിന് ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. ഏതായാലും ഇന്ന് രാവിലെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പാലക്കാട് ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. തുടങ്ങിയ പാടെ BJP കിട്ടാൻ ആഞ്ഞടിക്കുകയാണ് സംഘപരിവാറിനെതിരെ. അതിനിടയിൽ അതാ പുറത്തൊരു ശബ്ദം. അവിടെ സുസ്മേരവദനായി നീല ഉടുപ്പൊക്കെ ഇട്ട് കുളിച്ച് കുട്ടപ്പനായി സന്ദീപ് വാര്യർ കടന്നു വരികയാണ്. മുദ്രാവാക്യ വഴികൾ, സ്വാഗതം, സുസ്വാഗതം, മതേതര അഭിവാദ്യം തുടങ്ങി സന്ദീപ് വാര്യർ ഇതുവരെ കേട്ട് ശീലമില്ലാത്ത മുദ്രാവാക്യങ്ങൾ അവിടെ നിന്ന് ഉയരുന്നു. അദ്ദേഹം കടന്നു വരുന്നു. KPCC അധ്യക്ഷൻ ത്രിവർണ്ണ ഷാളണിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. സന്ദീപ് വാര്യർ കേരളത്തിലെ BJPയുടെ വക്താവായിരുന്ന, BJPയുടെ നാവും ശബ്ദവുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനായി. ഒരാൾ പാർട്ടി മാറാൻ എന്തെളുപ്പമാണ്. സരിനെ കൈവിട്ട കോൺഗ്രസ്സിന് സന്ദീപിനെ കിട്ടിയെന്നൊക്കെ രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ അങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. സരിൻ പോയെങ്കിൽ എന്ത്, ഞങ്ങൾക്ക് സന്ദീപ് ഉണ്ടല്ലോ. ഇന്നലെ വരെ BJPയുടെ വാര്യറായിരുന്ന സന്ദീപ് വാര്യർ ഇനി മുതൽ കോൺഗ്രസിൻ്റെ വാറിയറാണ്. അംഗത്വം കിട്ടി. കോൺഗ്രസ്സുകാരനായതിന് പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. സാധാരണ ഒരു BJP പ്രവർത്തകൻ്റെ നെഞ്ചത്ത് കൊള്ളുന്ന കുറേ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ഉയർത്തിയ ചോദ്യങ്ങൾ ഒരുവിധം BJPക്കാരുടെയൊക്കെ നെഞ്ചത്ത് കൊള്ളേണ്ടത് തന്നെയാണ്. സന്ദീപ് ഉയർത്തിയ ചോദ്യങ്ങളിൽ പ്രധാനം ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടാനിടയായ സാഹചര്യം എന്തായിരുന്നു എന്ന ചോദ്യം. ബലിദാനികളുടെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്ന പതിവ് എന്നു മുതലാണ് ഈ പ്രസ്ഥാനത്തിനുണ്ടായത് എന്ന് സന്ദീപ് ചോദിക്കുന്നു. സുരേന്ദ്രനെ ഏകാധിപതി എന്ന് വിളിക്കുന്ന സന്ദീപ് താൻ കോൺഗ്രസ്സുകാരനായതിൻ്റെ ഉത്തരവാദിത്വവും സുരേന്ദ്രനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഉത്തരവാദി സുരേന്ദ്രനും സംഘവും മാത്രമാണെന്നാണ് സന്ദീപ് പറയുന്നത്. കുറേയധികം ചോദ്യങ്ങൾ സന്ദീപ് ചോദിച്ചു. പിന്നാലെ സുരേന്ദ്രൻ്റെ പ്രതികരണമെത്തി. സുരേന്ദ്രൻ ജൂനിയർ മാൻഡ്രയ്ക്ക് സിനിമയിൽ പ്രതിമയെ സന്തോഷത്തോടെ കൈമാറിയ ജഗതിയുടെ മുഖഭാവത്തോടെയാണ് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം പറയുന്നത് വളരെ നല്ല കാര്യം. ഈ പാർട്ടി മാറ്റം കൊണ്ട് കേരളത്തിലെ BJPക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ആത്മവിശ്വാസം സുരേന്ദ്രൻ പ്രകടിപ്പിക്കും. മാത്രമല്ല സുധാകരനും BD സതീശനും നല്ലത് മാത്രമേ വരൂ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഏതോ സിനിമയിൽ ഭഗത് ഫാസിൽ പറയുന്ന പോലെ നെന്നായി വരും എന്ന മട്ടിലാണ് സുരേന്ദ്രൻ്റെ പ്രതികരണം. പിന്നീട് അദ്ദേഹം ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള യുദ്ധം ഏതായാലും കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തറപറ്റും, BD സതീശൻ രാജിവെക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശിഖണ്ഡി പ്രയോഗത്തിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ചൊല്ലി ഇപ്പോൾ തന്നെ തർക്കം തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല കൂട്ടത്തിൽ സുരേന്ദ്രൻ്റെ മുരളീധരൻ്റെ ലെവലാണ് കുറച്ചുകൂടി രസമായിട്ട് എനിക്ക് തോന്നിയത്. എന്നും സ്നേഹത്തിൻ്റെ കടയിൽ ഉണ്ടാവണം, വെറുപ്പിൻ്റെ കടയിലേക്ക് തിരിച്ചു പോകാതിരുന്നാൽ കൊള്ളാമെന്നുള്ള ആത്മവിശ്വാസം മുരളീധരൻ പ്രകടിപ്പിക്കുന്നു. പെട്ടുപോയത് CPM ആണ്. നേരത്തെ തന്നെ BJP നേതൃത്വവുമായി ഉടക്കിയ സന്ദീപ് വാര്യർ നല്ല നേതാവാണ്, സന്ദീപ് വരട്ടെ, സന്ദീപ് മനസ്സ് തുറക്കട്ടെ എന്നൊക്കെയായിരുന്നു AK ബാലൻ്റെയും MB രാജേഷടക്കമുള്ള CPM നേതാക്കളുടെയും പ്രതികരണം. സന്ദീപ് വാര്യർ CPMലേക്ക് പോകുമോ CPIയിലേക്ക് പോകുമോ എന്ന് മാത്രം സംശയപ്പെട്ട് ഇങ്ങനെ നിന്ന കാലത്താണ് രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ പതുക്കെ കോൺഗ്രസ്സിലേക്ക് പോയത്. സന്ദീപ് വാര്യർ പറയുന്നത് ഞാനിതാ സ്നേഹത്തിൻ്റെ കട തുറന്ന് അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തു എന്നാണ്. വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ വീർപ്പ് മുട്ടിക്കഴിഞ്ഞിരുന്ന എന്നെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ക്ഷണിച്ച KPCC പ്രസിഡന്റിന് ഹൃദയം നിറഞ്ഞ നന്ദി എന്നും സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. നിരുപാധികമാണ് കോൺഗ്രസ്സിലേക്കുള്ള വരവ് എന്ന് സന്ദീപും കോൺഗ്രസും പറയുന്നുണ്ട്. നിരുപാധികമാണോ അല്ലയോ എന്നുള്ളതെല്ലാം കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും വാര്യരുടെ വരവ് കിടക്കി. നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ
BJPക്ക് വോട്ട് ചോദിക്കുന്നതിൻ്റെ വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചോദിക്കുന്ന കാഴ്ചയും പാലക്കാട് കാണേണ്ടി വരും. ഇന്നലെ വരെ കൈപ്പത്തിയായിരുന്ന സരിൻ ഇന്ന് സ്റ്റെതസ്കോപ്പുമായി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി കാണാനുള്ളത് സന്ദീപ് വാര്യരുടെ വോട്ട് ചോദിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. നാളെ ഇനി കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയമാണ്, അടുത്ത മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം എന്ന് മാത്രമേ അതിനെക്കുറിച്ചും പറയാനുള്ളൂ. ഏതായാലും CPMന് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതും കാലം തെളിയിക്കേണ്ടതാണ്. കാരണം BJPയിലായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എങ്ങനെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഒരു ആശങ്കയൊന്നുമില്ല. സന്ദീപാണ് സുന്ദരമായി അദ്ദേഹം പെർഫോം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയക്കാരാണല്ലോ, ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം കോൺഗ്രസുമായി ഇഴുകിച്ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഉള്ളത് ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും തമ്മിൽ കാണുന്ന ആ രംഗമാണ്, ആ മുഹൂർത്തമാണ് ഞാൻ ഏറെ ആകാംക്ഷയോടെ നോക്കുന്നത്. കാരണം ടെലിവിഷൻ ചർച്ചയിലൊക്കെ വന്നിരുന്ന് അടുത്തെങ്ങാനുമായിരുന്നെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരുന്നത്. എടാ വട പോടാ മറ്റവനെ എന്നുള്ള മിനിമം വിളികൾ കൊണ്ട് നിറഞ്ഞിരുന്ന ചർച്ചകൾ കേരളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകരെ ഹഠാത് ആകർഷിച്ചിരുന്ന ഒന്നായിരുന്നു. ഇനിയിപ്പോൾ രണ്ടുപേരോട് വന്നിരുന്ന് അണ്ണ മച്ചമ്പി അനിയ എന്നൊക്കെ വിളിക്കുന്നത് കാണുന്നതിന് വരുമല്ലോ. രണ്ടുപേരോട് നമ്മുടെ ശത്രുതയൊക്കെ തീർന്ന് അവരൊന്നാകുകയാണ് സുഹൃത്തുക്കളെ, ഒന്നാകുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളും സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ട്രോളുകൾ കാണാമെന്ന് പ്രതീക്ഷയുടെ തൽക്കാലം നിർത്തുന്നു. സ്നേഹത്തിൻ്റെ കട തുറന്നെങ്കിൽ തുറന്നോട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹം സ്നേഹം വാരി വിതറുന്നത് എന്ന് മാത്രം നോക്കാം. പാലക്കാടുകാർ ആനന്ദിക്കുക. ഇനിയും കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുണ്ട്. BJPക്കാർ പറയുന്നത് കോൺഗ്രസ്സിന് അങ്ങനെ തന്നെ വരണം എന്നാണ്. അത് അങ്ങനെ തന്നെ വരയുമോ വേറെന്തെങ്കിലും തരത്തിൽ വരുമോ എന്നുകൂടി നമുക്ക് നോക്കാം. തൽക്കാലം വിടാം.